മതസൗഹാർദ്ദത്തെ ചൂഷണം ചെയ്യുന്ന വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എത്രയും അധികം മനസ്സിലാക്കേണ്ട ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെയാണ്. മതസൗഹാർദ്ദം എന്ന പേരിൽ അവരുടെ സ്വന്തം നിലനിൽപ്പിനും റീച്ചിനും അവരുടെ ആവശ്യങ്ങൾക്കും വേണ്ടി എന്ത് തെണ്ടിത്തരവും കാണിക്കാൻ അറപ്പില്ലാത്ത മനുഷ്യരാണ്. ഈ പറയുന്ന ആളുകളെ കുറിച്ചുള്ള വർത്തമാനം ഞാൻ കുറെ കാലം നിർത്തിവെച്ചതാണ്. പക്ഷേ ഇത് പറയാതെ വയ്യ. കാര്യം നമ്മുടെ നാട്ടിൽ മതസൗഹാർദ്ദം വളരുന്നതിനെ തടയാനായിട്ട് ജനലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ഒരു സമയമാണ്. അതിനിടയിൽ അതിനെ തന്നെ ചൂഷണം ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഞാൻ വേറൊരു ദൃശ്യം കാണിച്ചു തരാം. ഈ കാണുന്നത് വിഘ്നേഷ് പുത്തൂർ, മലയാളിയായ ചെറുപ്പക്കാരൻ, മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ച് അവന്റെ തുടക്കം തന്നെ ഗംഭീരമാക്കിയ ഒരു പയ്യൻ. അവന്റെ ഇന്നലത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്, എന്റെ വളർച്ചയ്ക്ക് മുതൽ കൂട്ടായത് വീടിനടുത്തുള്ള ഒരു മൊയ്ലിയാരാണ്. ഇതാണ് മതത്തിനപ്പുറമുള്ള മാനവ സൗഹാർദ്ദം. അതായത് കൂടെ ഉള്ളവൻ ഏത് ജാതിയോ ഏത് മതമോ ആയിക്കോട്ടെ, പക്ഷേ അവന്റെ ഭാവി നല്ല രീതിയിൽ പോകണമെന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവിടെയാണ് ശരിയായ മാനവ സൗഹാർദ്ദം ഉണ്ടാകുന്നത്. മതം തലയ്ക്ക് പിടിച്ച മത തീവ്രവാദികളെക്കാളും ഭയങ്കരമാണ് ആ മതത്തെ വിറ്റ് ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ. നമ്മുടെ രാജ്യത്ത് നിങ്ങൾക്ക് ഏത് മതത്തിലും എങ്ങനെയും വിശ്വസിക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളുമുണ്ട്. പക്ഷേ ആ ഒരു സ്വാതന്ത്ര്യം, ആ ഒരു സ്വീകാര്യതയും മുതലെടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യ നേട്ടത്തിനായിട്ട് മറ്റു ആളുകളുടെ വിശ്വാസത്തെ മുതലെടുക്കരുത്.